ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസമാണ് സുധാമണി അല്ലെങ്കിൽ കടൽ സുധാമണി എന്നറിയപ്പെടുന്ന മാതാ അമൃതാനന്ദമയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, എത്ര വലിയ ആരോപണങ്ങൾ അവർക്കെതിരെ പോയി കഴിഞ്ഞാലും യാതൊരു തെളിവും അവസാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ കുറച്ച് നാൾ കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതുപോലെ തന്നെ ആ മഠത്തിൻ്റെ ഉള്ളിൽ നടന്ന കൊലപാതകങ്ങൾക്കോ കാണാതാവലിനോ ഇതുവരെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ കണ്ടെത്തലോ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട 3 കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്നാമത്തത് മണി പവറാണ്, രണ്ടാമത്തത് മസിൽ പവറാണ്, അതിന് ഗുണ്ടകളെ വരെ അവർ വളർത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന ന്യൂസുകൾ. മൂന്നാമത്തത് പൊളിറ്റിക്സ് പവറാണ്. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഭീമമായ ഒരു തുകയാണ് ഈ അമൃതാനന്ദമയി മഠത്തിൻ്റെ പേരിൽ ഏത് പാർട്ടിക്കാർ പോയാലും അവർക്ക് അവിടെ നിന്ന് വേണ്ടത്ര പണം സംഭാവനയായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ആരും അവർക്കെതിരെ ഒരു അന്വേഷണവും നടത്തില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ് അത്. എൻ്റെ ഈ വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ED അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് CBI അന്വേഷിക്കുന്നില്ല. ഒരു EDയും ഒരു CBIയും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും വട്ടമിട്ട് പറന്നാലും മാതാ അമൃതാനന്ദമയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. അവിടുത്തെ കണക്കുകളും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം, ആ ദൈവമാകട്ടെ മറ്റേതെങ്കിലും ദൈവമാകട്ടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് സമരം, അങ്ങോട്ട് പ്രതിഷേധം, അങ്ങനെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലോ കേരളത്തിലോ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ അമൃതാനന്ദമയി മഠത്തിലേക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രകടനം നടത്താത്തത്? അവിടെ നടന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവർ ശബ്ദമുയർത്തുന്നില്ല എന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ KP നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ആരോപണങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനും ആൾക്കാർ ഒരുപാട് നല്ല കമൻറ്റുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് അയച്ചു. പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു എവിഡൻസ് എങ്കിലും നിങ്ങൾ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി ആവുന്നതിൻ്റെ മുന്നേ അവർ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രേഖ, എന്തെങ്കിലും ഒരു തെളിവടക്കം നിങ്ങൾ പുറത്തുവിടണം, അല്ലാതെ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നായിരുന്നു നമ്മളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞത്. എന്നാൽ ഇന്ന് നാരായണൻ KP എന്ന് പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാലാവധി ആവുന്നതിന് മുന്നേ അതും ഫിക്സഡ് ഡെപ്പോസിറ്റ് പിൻവലിച്ചതിനുള്ള രേഖകളടക്കം അദ്ദേഹം ഇന്ന് വീഡിയോ ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്, നമുക്കതൊന്ന് കണ്ടുവരാം. അമൃതാനന്ദമയി മഠം എൻ്റെ പേരിലുള്ള കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തട്ടിയെടുത്തതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നും എടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണിത്. അതുപോലെ ഞാൻ അതിനെക്കുറിച്ചുള്ള പരാതി കണ്ണൂർ SP കൊടുത്തിരുന്നു. അതിൻ്റെ കോപ്പിയാണിത്. അങ്ങനെ കണ്ണൂർ SP ആണ് അത് കരുനാഗപ്പള്ളിയേക്ക് ഫോർവേഡ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഞാൻ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയിരുന്നു. ആ മൊഴി പകർപ്പാണിത്. പിന്നെ അവിടുന്ന് ഒന്നും മറുപടിയൊന്നും വരാതിന് ശേഷം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 15നോ 14നോ തോന്നുന്നു, എൻ്റെ പരാതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി വന്നിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ പരാതി കൊടുത്തിട്ടും എവിടെയും സ്വീകരിക്കുന്നില്ല. ഞാൻ വിശദമായ മൊഴി കൊടുത്തിരുന്നു. അതുപോലെ എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആ റെസീറ്റിൽ ഒപ്പിടണം. ഞാൻ ആ റെസീറ്റിൽ ഒപ്പിട്ടിട്ടില്ല. ഇവർ വ്യാജ ഒപ്പിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിത് ഒരു പരാതിയായിട്ട് ഓംബുഡ്സ്മാന് കൊടുത്തിരുന്നു. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് മാനേജർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ആ പൈസ എടുത്തന്ന് തന്നെ മെസ്സേജ് കൊടുത്തിരുന്നു എന്നാണ്. ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റെതല്ല. മാത്രമല്ല, ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ മെസ്സേജ് കൊടുത്തിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങൾക്കെതിരെ യാതൊരു പരാതിയും തന്നിട്ടില്ല. പിന്നെ 2 മാസം കഴിഞ്ഞാണ് പരാതി തന്നിട്ടുള്ളത് എന്ന് ബാങ്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ മൊബൈൽ നമ്പർ എൻ്റെ അടുത്തല്ല, അത് വ്യാജ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ പാസ്ബുക്കിൽ നോക്കുമ്പോൾ 12 നമ്പർ വേണ്ടെങ്കിൽ ലാസ്റ്റുള്ള 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നു.
ഈ നമ്പറിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലത്തുള്ള ബാങ്കിന് മെയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെച്ചിരിക്കുന്ന നമ്പർ വ്യക്തമല്ല. അത് 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നത്. എന്തോ ഒരു ബിനാമിക്ക് വേണ്ടി എന്തോ ചെയ്തതാണത്. ഇങ്ങനെയാണ് കാര്യം. ഏറ്റവും വലിയൊരു ചീറ്റിംഗ് കേസാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ടും അതിൻ്റെ FIR ഇടാനോ ഒന്നും തയ്യാറായിട്ടില്ല. അത് സമ്മർദ്ദത്തിൽ വഴങ്ങിയോ എന്തോ അത് തള്ളിയതായിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ എന്ത് ചെയ്യും? മറ്റൊന്ന്, ഞാനവിടെ 28 വർഷം സേവനം ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വന്നാൽ എനിക്ക് ജീവിക്കാൻ 5 സെൻറ്റ് താമസിക്കാൻ ഒരു വീടില്ല, 5 സെൻറ്റ് സ്ഥലമില്ല. 57 വയസ്സ് കഴിഞ്ഞ് എനിക്കൊരു ജോലി ചെയ്യാൻ കഴിയില്ല. കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ജീവിക്കും? അയാൾക്ക് വേണ്ടത് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുമെന്ന് മനുഷ്യാവകാശം എങ്കിലും അനുഭവിച്ച് കൊടുക്കണ്ടേ? മനുഷ്യത്വ ലംഘനമല്ലേ കാട്ടുന്നത്? ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എന്നെപ്പോലെ ഞാൻ മാത്രമല്ല പലരുമുണ്ട്, പക്ഷെ പ്രതികരിക്കാനുള്ള കഴിവില്ല. എങ്ങനെ പ്രതികരിക്കും? ഇപ്പം ഞാൻ ശക്തമായി നിന്നിട്ട് പോലും എനിക്ക് ഒരു നീതിയും ലഭിക്കുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ബാങ്കിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് സംസാരിക്കുന്നത്. കാലാവധി ആവുന്നതിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ സ്ഥിര നിക്ഷേപം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പരാതി അദ്ദേഹം കണ്ണൂരിൽ പോയിട്ട് SP നൽകുന്നു. SP അത് ഫോർവേഡ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം കൊടുത്ത മൊയ്പ്പറപ്പിൻ്റെ പേപ്പർ അടക്കം തീർച്ചയായിട്ടും അദ്ദേഹം പുറത്തുവിടുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവസാനം മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അവസാനം അവർക്ക് 2 ആഴ്ച മുന്നേ കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ പരാതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നല്ല, ഇന്ത്യ സുപ്രീം കോടതി പോയി കഴിഞ്ഞാലും ഇവർക്ക് നീതി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട, അതിട്ട് കിട്ടുകയുമില്ല. പിന്നെ ഓംബുഡ്സ്മാന് കൊടുത്ത പരാതി അവർ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ രജിസ്റ്റേർഡ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? 2 ആഴ്ച, 2 മാസമോ 2 കൊല്ലമോ കഴിഞ്ഞ് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൻ്റെ സ്ഥിതി അന്വേഷിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്താണ് അതിൽ പ്രശ്നം? ആ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വ്യാജമാണ്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ അല്ല അവിടെ കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം അവരുടെ ആധാർ കാർഡും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം ആ മഠത്തിലെ അന്തേവാസികളുടെ എല്ലാം അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏകദേശം 600ഓളം അന്തേവാസികളുടെ പേരിലായിട്ട് 300ഓളം കോടി രൂപയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇന്ന് ഇന്ത്യയിലെ പല ബാങ്കുകളിലായിട്ട് അവർ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഇതിനെതിരെ നടപടിയെടുക്കാനോ അറ്റ്ലീസ്റ്റ് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ പോലും നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ എത്രമാത്രമായിരിക്കും അവരുടെ ഒരു മണി പവർ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മസിൽ പവർ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആ വിദേശ വനിത വളരെ വ്യക്തമായിട്ട് ആ ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന് കൈരളി TVയോട് പറഞ്ഞ കാര്യങ്ങൾ. അവിടെ വാ തുറന്നു കഴിഞ്ഞാൽ അവർ നമ്മെ പീഡിപ്പിക്കും, അതുപോലെ തന്നെ ഇനി അതിനും കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു കള്ളക്കേസിലോ മോഷണ കേസിലോ പെടുത്തിക്കൊണ്ട് ജയിലിലിട്ട് പീഡിപ്പിക്കും. ഇത്തരത്തിൽപ്പെട്ട പേടി കൊണ്ട് അവിടുത്തെ ഒരു അന്തേവാസികളും മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇതൊരു ED അന്വേഷണത്തിലൂടെ സത്യങ്ങൾ കൊണ്ടുവരണമെന്ന രീതിയിലും, അതുപോലെ തന്നെ ഒരു കുറ്റമറ്റ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിലൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഈ കേസ് NIA മീഡിയയും അന്വേഷിക്കേണ്ട കേസാണ്. ഇതുപോലുള്ള ആൾദൈവങ്ങൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നു എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് നല്ലത് വന്നു. മീൻകാരി അമ്മ എവിടെ പോയി? സാഹിബിൻ്റെ കാശ് കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കണമെന്ന് രസകരമായ മറ്റൊരു മറുപടി. അതുപോലെ തന്നെ ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാർ ഈ വേഷം കെട്ടിയ അമ്മയെ എന്ത് ചെയ്യാനെന്നാണ് മറ്റൊരാൾ നമ്മളോട് കമൻറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക കുരു ചമഞ്ഞ് നടക്കുന്ന ഇവർ എന്തുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ലോകയുദ്ധങ്ങൾ ഇടപെട്ട് സമാധാനം കൊണ്ടുവരുന്നില്ല? അങ്ങനെയും ഒരാൾ ചോദിക്കുന്നുണ്ട്. സത്യമാണ് അവർ ചോദിച്ച ചോദ്യം. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇതിൻ്റെ താഴെ നമുക്ക് കിട്ടുകയുണ്ടായി. തീർച്ചയായിട്ടും അതിനോടൊക്കെ വളരെ സമ്മിശ്ര പ്രതികരണമാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത്. ലോക സമാധാനം, തീർച്ചയായിട്ടും ലോകയുദ്ധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം നടക്കുകയാണ്. സത്യമാണ് പറഞ്ഞത്. ഒരുപാട് മനുഷ്യന്മാർക്ക് ജീവനം വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിൽ ദൈവങ്ങൾക്ക് അത്തരത്തിൽ അമാനുഷികമായ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിൽപ്പെട്ട യുദ്ധങ്ങളൊക്കെ നിർത്തിവെക്കാനും ആ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അമ്മയ്ക്കെതിരെ ഇപ്പോൾ വരുന്ന ആരോപണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മ എന്ന് പറയുന്ന ഒരു ദൈവമാണ് എന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. ഒരു സാധാരണ സ്ത്രീയാണ്. മനുഷ്യൻ്റെ എല്ലാ ചാബല്യങ്ങളും ആ സ്ത്രീക്കുണ്ട്. അത് തന്നെയാണ് സത്യം.
അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട ചില ലൈംഗികപരമായ ചില ചൂഷണങ്ങളും അതുപോലെ തന്നെയുള്ള ആരോപണങ്ങളും എല്ലാം ആ മഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവർക്ക് മനുഷ്യ ചാബല്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമാനുഷികമായ ഒരു ശക്തിയും ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് വിശ്വസിക്കുന്നവർ നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിക്കാത്തല്ലോ വിശ്വസിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്ന സമയത്ത് പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ജീവിതം നഷ്ടപ്പെടുന്നു. ഈ നാരായണൻ KP എന്ന് പറയുന്ന അദ്ദേഹം 10-24 വർഷത്തോളം അവിടെ ജീവനം കഴിച്ചു വന്ന അദ്ദേഹം പറയുകയാണ്, ഒരു 5 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലില്ല. ഭക്ഷണം കഴിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന പോലും അവർക്ക് കിട്ടുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ട് പോലും യാതൊരു കാര്യമില്ല, കേസ് തള്ളുകയാണ്. ഇനി നീതിക്ക് വേണ്ടി ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഒരു ഗത്യന്തരവുമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് പൊതുജനങ്ങളോട് വന്ന് പറയുന്നത്. നീതി എവിടെയാണ് കിട്ടുക എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു മാധ്യമത്തിലും മുൻനിര മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത കോട്ട് ചെയ്യുകയുമില്ല, ഇനിയിട്ട് വരികയുമില്ല. അത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. കാരണം അവർക്ക് പരസ്യത്തിൻ്റെ ഇനത്തിലായാലും മറ്റ് സ്പോൺസറിൻ്റെ ഇനത്തിലായാലും എല്ലാം തന്നെ വലിയ ഭീമമായ ഒരു സംഖ്യ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഈ KP നാരായണനെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഇനിയും അവിടുത്തെ അന്തേവാസികൾ പുറത്തേക്ക് വരട്ടെ, സത്യങ്ങൾ പറയട്ടെ. തീർച്ചയായിട്ടും അന്വേഷണ കമ്മീഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ, സത്യങ്ങൾ കണ്ടെത്തി നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.